ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്താവിഷയം. സമചിത്തരായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങണം എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം ഇന്നത്തെ ചിന്താവിഷയമായി തിരഞ്ഞെടുക്കുവാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. പഹൽഗാമിൽ നടന്ന ഭീകരമായ ആക്രമണം ഭാരതത്തിൻ്റെ ഹൃദയത്തെ വിണ്ടുകീറിയ നടുക്കുന്ന വാർത്തകൾ വായിച്ചപ്പോൾ ആദ്യം ഓർമ്മയിൽ വന്ന വാക്യമാണ് 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. അപ്പോൾ പഹൽഗാമിലെ ഭീകരാക്രമണം നമുക്ക് വ്യക്തമായ ചില താക്കീതുകളും വ്യക്തമായ സന്ദേശവും നൽകുന്നുണ്ട്. ആ സന്ദേശം എന്ന് പറയുന്നത്, വീട് വിട്ട് ഇറങ്ങിയാൽ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത ഒരവസ്ഥ, രാത്രി കിടന്നാൽ പ്രഭാതം കാണുമെന്ന് ഒരു നിശ്ചയവുമില്ലാത്ത ഒരു കാലം. കാരണം പ്രതിയോഗിയായ പിശാച് നിഴലായിട്ട് നമ്മെ പിന്തുടരുന്നു എന്നാണ് പഹൽഗാമിലെ ഭീകരാക്രമണം വിളംബരം ചെയ്യുന്നത്. മധുവിധു ആഘോഷവും ഉല്ലാസ യാത്രകളുമെല്ലാം സന്താപത്തിൻ്റെ സങ്കട കടലായി മാറുന്ന കാഴ്ചയാണ് ഒരു രാജ്യം മുഴുവൻ കാണേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തതയോടുകൂടി തിരുവചനവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഏറ്റവും ഉചിതമായ നിലയിൽ നമ്മുടെ മനസ്സിൽ ഞാനും നിങ്ങളും ഹൃദയത്തിൽ എല്ലായ്പ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു വാക്യമുണ്ട്, ഒരു വാക്കുണ്ട്. അറബി ലോകവുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്കാണ് ഇൻഷാ അള്ളാ. അതിൻ്റെ അർത്ഥം ദൈവഹിതമായാൽ എന്നാണ്. അപ്പോൾ അറബികൾ ഏത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും, ഏത് കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോഴും, തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അവർ പറയുന്ന വാക്കാണ് ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞാൽ ദൈവഹിതമായാൽ. അപ്പോൾ ഇൻഷാ അള്ളാ എന്നതിന് തുല്യമായിട്ട് ഇംഗ്ലീഷിൽ DV എന്ന് പറയുന്ന 2 അക്ഷരമാണ് സാധാരണഗതിയിൽ ഞാനും നിങ്ങളുമൊക്കെ അർത്ഥമറിയാതെ പലപ്പോഴും ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ DV എന്ന ആ 2 ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ പൂർണ്ണ രൂപമെന്ന് പറയുന്നത് ഡിയോ വോളൻ്റെ എന്നാണ്. അപ്പോൾ ഡിയോ വോളൻ്റെ എന്ന് പലപ്പോഴും വിവാഹ ക്ഷണക്കത്തിൽ നമ്മൾ ചേർക്കാറുണ്ട്. ഈ ലത്തീൻ പദത്തിൻ്റെ അർത്ഥം ദൈവഹിതമായാൽ എന്നാണ്. അപ്പോൾ പഹൽഗാമിൽ പിശാചിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭീകരാക്രമണം നമ്മുടെ ജീവനും ജീവിതവും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന സത്യമാണ് വിളംബരം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരോട് വാക്ക് പറയുമ്പോൾ, ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ജീവിതത്തിൽ മറ്റുള്ളവരുമായി സംസാരിച്ച് വിട ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉയർന്നു വരേണ്ട, ഓർമ്മയിൽ നിൽക്കേണ്ട ഒരു വാക്കാണ് ഇൻഷാ അള്ളാ, ദൈവഹിതമായാൽ. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു റഷ്യ സന്ദർശിച്ചു. ജവഹർലാൽ നെഹ്റു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം ഏതെങ്കിലും മതത്തിൻ്റെ വക്താവായി ഒരിക്കലും അറിയപ്പെട്ടിരുന്നില്ല. റഷ്യൻ സന്ദർശനം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ
അന്നത്തെ റഷ്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ യാത്രയാക്കുന്ന സമയത്ത് അവസാനമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നിരീശ്വരവാദിയായിരുന്ന നെഹ്റുവിൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം. അപ്പോൾ ഇൻഷാ അള്ളാ എന്ന് പറയുന്ന ആ അറബി വാക്കിന് വേദപുസ്തകവുമായിട്ട് നമ്മുടെ ചിന്തയിൽ വാക്കുകൾക്കപ്പുറമായ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 16-17 വാക്യങ്ങളിൽ വിശുദ്ധനായ പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ സാഹചര്യം, അത് കുടുംബ അന്തരീക്ഷത്തിലായാലും സാമൂഹ്യ മണ്ഡലങ്ങളിലായാലും രാഷ്ട്രീയ മേഖലകളിലായാലും ആത്മീയ തലങ്ങളിലായാലും ഒരിക്കലും ഞാനും നിങ്ങളും കണ്ടിട്ടില്ലാത്ത ഒരു ദുഷ്കാലത്തിലൂടെയാണ് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതം കടന്നു പോകുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, പഹൽഗാമിൽ പിശാചിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭീകരാക്രമണം നമ്മുടെ ജീവനും ജീവിതവും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന സത്യമാണ് വിളംബരം ചെയ്യുന്നത്. ജീവിതത്തിൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ജീവിതം ഫലപ്രദവും അർത്ഥപൂർണവുമാകുവാൻ ബുദ്ധിഹീനരാകാതെ ദൈവഹിതം മനസ്സിലാക്കി സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ പ്രബോധനം നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിലാണ് എഴുതി വെക്കേണ്ടത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ, മധുവിധു യാത്ര, ഉല്ലാസ യാത്രകൾ, ഇതെല്ലാം ദുരന്തങ്ങളായി സങ്കടക്കടലുകളായി പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അലറുന്ന സിംഹത്തെപ്പോലെ പിശാചിൻ്റെ രൂപത്തിൽ ഭീകരന്മാർ ഒളിഞ്ഞിരുന്നും പതിഞ്ഞിരുന്നും ആക്രമിക്കുമ്പോൾ സമചിത്തതയോടുകൂടി ജാഗരൂകരായിരുന്ന് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ, പ്രതിലോമ ശക്തികളെ അതിജീവിക്കുവാൻ ദൈവവിശ്വാസിക്ക് കഴിയണം. കാരണം നമ്മുടെ ശ്രദ്ധയിൽ, നമ്മുടെ ചിന്തയിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു വാക്യമാണ് 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം: സമചിത്തരായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ പൂർണ്ണമായും സങ്കടക്കടലായി മാറ്റിയ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികളായി മാറിയ ആ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുകയും അവരുടെ വേർപാടിൽ ദുഃഖത്തിലും വിലാപത്തിലും കഴിയുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പങ്ക് ചേർന്നുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.